നമസ്കാരം. യൂട്യൂബിൽ പുതുതായിട്ട് 4 അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. ഒരു കണ്ടന്റ് ക്രിയേറ്ററിനെ സംബന്ധിച്ചിടത്തോളം വളരെ മോശമായിട്ടുള്ള ബാഡ് അപ്ഡേറ്റ്സ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഈ അപ്ഡേറ്റ്സ് കാരണം നമ്മുടെ യൂട്യൂബ് വ്യൂ കുറയാനുള്ള സാധ്യതയുണ്ട്. വ്യൂ കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏണിങ്സ് കുറയും. അങ്ങനെ പല പ്രശ്നങ്ങൾ ഈ അപ്ഡേറ്റ്സ് കാരണം നമ്മുടെ യൂട്യൂബിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് ഞാനിവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ടോളുക. നമുക്കറിയാം, യൂട്യൂബിൽ ഒരാളെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ പോകും. അപ്പോൾ നമ്മൾ എല്ലാ വീഡിയോയിലും പറയും ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യണം. നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നവർ നമ്മുടെ ചാനൽ റെഗുലർ ആയിട്ട് വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഇനിയും യൂട്യൂബ് നോട്ടിഫിക്കേഷൻ അവർക്ക് സെൻഡ് ചെയ്യത്തുള്ളൂ. അതായത് ഇപ്പം നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതുകൊണ്ട് അപ്പോൾ നിങ്ങളൊരു 10-15 വീഡിയോ എൻ്റെ സ്കിപ്പ് ചെയ്തെന്ന് വിചാരിക്കുക, നിങ്ങൾ എൻ്റെ വീഡിയോകൾ കാണുന്നില്ല എന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ആ വീഡിയോകൾ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ലഭിക്കത്തില്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്താലും ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്താലും നിങ്ങൾ ആ ചാനലിൽ റെഗുലർ ആയിട്ട് ഉള്ള ഒരു വ്യൂവർ ആണെങ്കിൽ മാത്രമേ നോട്ടിഫിക്കേഷൻ ഇനിയുള്ള സമയത്ത് കിട്ടത്തുള്ളൂ. അപ്പൊ ഇതിന്റെ ഒരു പ്രശ്നം ക്രിയേറ്ററിനെ സംബന്ധിച്ചിടത്തോളം വല്ലപ്പോഴും കിട്ടുന്ന നോട്ടിഫിക്കേഷനിലൂടെ കിട്ടുന്ന 1, 2, 10, 100, 1000 വ്യൂ ഒക്കെ ഇവിടെ സ്കിപ്പ് ആയിട്ട് പോകും. മൊത്തത്തിലെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾക്ക് വ്യൂ കുറവാണ്. ഇനിയും ഈ രീതിയിലും വ്യൂ കുറയും. രണ്ടാമതായിട്ട് വരാൻ പോകുന്ന പ്രശ്നം ലോ ഹിസ്റ്ററി ബ്ലാങ്ക് പേജ്. അതായത് നമ്മൾ യൂട്യൂബിന്റെ ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ലോഗിൻ ചെയ്തിട്ടില്ല, അതായത് ഇമെയിൽ ഐഡി ഉപയോഗിച്ച് ലോഗിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഹോം പേജ് ആയിട്ട് കാണിക്കുന്ന ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള പേജ് ആയിരിക്കും. നമ്മൾ പിന്നെ സെർച്ച് ചെയ്ത് എന്തെങ്കിലും കാര്യങ്ങൾ എടുക്കേണ്ടതായിട്ട് വരും. അതായത് റെക്കമെൻഡേഷൻസ് ഒന്നും തന്നെ നമ്മുടെ ഹോം പേജിൽ ഉണ്ടാകും. അപ്പൊ ഇത് ലോഗിൻ ചെയ്യാത്ത അക്കൗണ്ടിലാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാകുക. എന്നാൽ ഇനി മുതൽ അങ്ങനെ ആയിരിക്കത്തില്ല. നമ്മൾ യൂട്യൂബ്, അതായത് കുറെ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, ബെല്ലൈക്കൺ ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെങ്കിൽ നമ്മൾ യൂട്യൂബ് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദിവസം ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ, യൂട്യൂബ് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, യൂട്യൂബ് ഓപ്പൺ ആക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും യൂട്യൂബ് ഓപ്പൺ ആക്കുന്ന സമയത്ത് അവിടെ റെക്കമെൻഡേഷൻസ് ഒന്നും കാണത്തില്ല, അവിടെ ബ്ലാങ്ക് പേജ് ആയിരിക്കും കാണാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബഡ് ആണെങ്കിലും ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്താലും യൂട്യൂബ് ആപ്പ് റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഹോം പേജ് ബ്ലാങ്ക് ആയിട്ട് കിടക്കും. ഇവിടെയും കണ്ടന്റ് ക്രിയേറ്ററിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമാണ്. വല്ലപ്പോഴും യൂട്യൂബ് ഓപ്പൺ ആക്കുന്ന ഒരാളാണെങ്കിൽ പോലും അവിടെ റെക്കമെൻഡേഷനിൽ സബ്സ്ക്രൈബ് ചെയ്ത ചാനലുകളിലെ വീഡിയോസ് ഉണ്ടെങ്കിൽ അത് വാച്ച് ചെയ്യാനുള്ള സാധ്യത കൂടും. പക്ഷെങ്കിൽ ഇവിടെ ആ ഒരു പരിപാടി ഇവിടെ യൂട്യൂബ് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. മൂന്നാമതായിട്ട് യൂട്യൂബിൽ ക്ലിപ്പ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഉണ്ടായിരുന്നു. അതായത് നമുക്ക് ഒരു ലോങ് വീഡിയോയുടെ ഏതെങ്കിലും ഒരു പോർഷൻ ആർക്കെങ്കിലും അയച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് ക്ലിപ്പ് ആക്കി നമുക്ക് അയച്ചു കൊടുക്കാനായിട്ട് പറ്റുമായിരുന്നു, ആ ഒരു പോർഷൻ മാത്രമായിട്ട്. ഇതിലൂടെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ ക്ലിപ്പായിട്ട് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ വീഡിയോ ഫുൾ വാച്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെ പലരെയും വീഡിയോകൾ, ഈ ക്ലിപ്പ് അയച്ചു കൊടുക്കുന്ന വീഡിയോകൾ പിന്നീട് ആളുകൾ വന്ന് ഫുൾ വാച്ച് ചെയ്യുകയും അത് വൈറലാവുകയൊക്കെ ചെയ്യുമായിരുന്നു. എന്നാൽ ഇനി അങ്ങനെ ഒരു പരിപാടി നടക്കത്തില്ല. ആ ഒരു ഫീച്ചർ യൂട്യൂബിലൂടെ ടോട്ടലി റിമൂവ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇനി യൂട്യൂബിൽ വീഡിയോസ് പ്ലേ ചെയ്യുമ്പോൾ താഴെ ഭാഗത്തായിട്ട് ക്ലിപ്പ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഉണ്ടാകത്തില്ല. നാലാമതായിട്ട് വന്നിട്ടുള്ള അപ്ഡേറ്റ് ഒരു വലിയ പ്രശ്നമാണ് സത്യത്തിൽ യൂട്യൂബറിനെ സംബന്ധിച്ചിടത്തോളം. വ്യൂ കുറയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വ്യൂ കുറയത്തില്ല. ആദ്യം ഇനിഷ്യലി ഒക്കെ കിട്ടുന്ന വ്യൂ കിട്ടും, പക്ഷെങ്കിൽ വാച്ച് ടൈം കുറയും. വാച്ച് ടൈം കുറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഫ്യൂച്ചറിൽ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള വ്യൂ കുറയുകയും നമ്മുടെ വീഡിയോ വൈറലാകാനുള്ള സാധ്യതയൊക്കെ നഷ്ടപ്പെടുകയും ചെയ്യും. അതായത് ആസ്ക് സ്റ്റുഡിയോ എന്ന് പറയുന്ന ഒരു ഫീച്ചർ യൂട്യൂബ് കൊണ്ടുവന്നിരുന്നത്. ഈ ആസ്ക് സ്റ്റുഡിയോയിൽ നമുക്ക് വീഡിയോകൾ സമ്മറൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഒരു 10 മിനിറ്റുള്ള വീഡിയോ ആണെങ്കിൽ അതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് ഒരു 30 സെക്കൻഡ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. വീഡിയോ കാണുന്നവർ ആസ്ക് സ്റ്റുഡിയോയിൽ പോയിട്ട് ജസ്റ്റ് ആ വീഡിയോ സമ്മറൈസ് ചെയ്ത് അതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കിയിട്ട് സ്കിപ്പ് ചെയ്ത് പോകും. അപ്പോൾ കണ്ടന്റ് ക്രിയേറ്ററിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ആ വീഡിയോ ഫുള്ള് വാച്ച് ചെയ്യേണ്ടടുത്ത് സെക്കൻഡുകൾക്കുള്ളിൽ അവർ ആ വീഡിയോയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് സമ്മറൈസ് ചെയ്ത് മനസ്സിലാക്കിയിട്ട് വ്യൂവർ ഇറങ്ങിപ്പോയി വാച്ച് ടൈം കണ്ടന്റ് ക്രിയേറ്ററിന് നഷ്ടപ്പെട്ടു. അപ്പോൾ ഈ ഒരു ഫീച്ചർ ചില രാജ്യങ്ങളിൽ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെങ്കിൽ ഇപ്പോൾ ഇത് ഗ്ലോബലി എക്സ്പാൻഡ് ചെയ്തിരിക്കുകയാണ്. ഗ്ലോബലി എല്ലാ യൂട്യൂബിലും ഈ ഒരു ഫീച്ചർ ഇപ്പം അവൈലബിൾ ആയിട്ടുണ്ട്. ആസ്ക് സ്റ്റുഡിയോ നല്ല കണ്ടന്റുകൾ, എൻഗേജിംഗ് ആയിട്ടുള്ള കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ പ്രശ്നമായിരിക്കത്തില്ല. എന്നാലും പുതുതായിട്ട് ചാനലൊക്കെ തുടങ്ങുന്നവർക്കും അല്ലെങ്കിൽ ഒത്തിരി എൻഗേജിംഗ് അല്ലാതെ ഒരു ട്യൂട്ടോറിയൽ ടൈപ്പ് വീഡിയോസ് ഒക്കെ ചെയ്യുന്നവർക്ക് ഇത് തീർച്ചയായിട്ടും പണി കിട്ടാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഇത്രയുമാണ് പുതുതായിട്ട് വന്നുള്ള അപ്ഡേറ്റ്സ്. ഇതിൽ ഒരു അപ്ഡേറ്റ് പോലും എനിക്ക് അത്ര നല്ലതായിട്ട് തോന്നിയിട്ടില്ല. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്, ഇൻസ്റ്റാഗ്രാമിലൂടെ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.